ബില്ലുകൾ തടഞ്ഞു വെച്ച് അതിനു മുകളിൽ അടയിരിക്കാനല്ല ഗവർണർ. ബിജെപിക്ക് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ബിജെപിക്ക് ഒത്താശ പാടിയ ഗവർണർക്കിട്ട് കനത്തിലൊരെണ്ണം പൊട്ടിക്കുകയാണ് സുപ്രീം കോടതി. ഇവിടെ 12 ബില്ലുകളാണ് യാതൊരു കാരണവും പറയാതെ തമിഴ്നാട് ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ച് സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി ഇന്ത്യ മുന്നണിക്ക് കൈ കൊടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കൂടിയാണ്. അത് മാത്രവുമല്ല, ബിജെപി വളരാനോ വാഴാനോ സമ്മതിക്കാതെയാണ് സ്റ്റാലിൻ കുതിപ്പ് നടത്തുന്നത്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി മത്സരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരങ്ങളിലൊക്കെ തന്നെ ഗവർണർ RN രവി സ്റ്റാലിനുമായി ഇടഞ്ഞു കൊമ്പ് കോർക്കുന്നത് പതിവുമാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബിജെപി അയക്കുന്ന ഗവർണർമാർ നടത്തുന്ന താണ്ഡവം ചില്ലറയൊന്നുമല്ല, അതറിയാവുന്ന കാര്യവുമാണ്. അത് കേരളത്തിന്റെ കാര്യത്തിനും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇത്തവണ ബില്ലുകൾ തടഞ്ഞു വെച്ച് അടയിരിക്കേണ്ട എന്നാണ് സുപ്രീം കോടതി കരണത്തടിച്ച പോലെ പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഗവർണർക്ക് വിവേചന അധികാരം ഇല്ല, അതാണ് ഭരണഘടനയിൽ BR അംബേദ്കർ പറയുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തമിഴ്നാട് നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണർ RN രവിയുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും എത്തുന്നത്. കാരണം പറയാതെയാണ് ഗവർണർ ബില്ലുകൾ തടഞ്ഞു വെച്ചത്. ബില്ലുകൾ തിരിച്ചയക്കുന്നതിന്റെ കാരണം ഗവർണർ പറയാതെ എങ്ങനെയാണ് സർക്കാർ മനസ്സിലാക്കുക എന്നാണ് കോടതിയുടെ ചോദ്യം. 12ഓളം ബില്ലുകളാണ് തമിഴ്നാട് ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൽ ചില ബില്ലുകൾ സഭയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നടപടിയുടെ കാരണമോ തിരുത്തലുകളോ പങ്കുവെക്കാൻ ഗവർണർ തയ്യാറല്ല. ഈ നടപടിയാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്തത്. ബില്ലുകൾ തടഞ്ഞു വെച്ച് അതിനു മുകളിൽ ഗവർണർക്ക് അടയിരിക്കാനാവില്ല. ബില്ലുകൾ തിരിച്ചയക്കാനുള്ള കാരണം എന്തെന്ന് ഗവർണർ വ്യക്തമാക്കണമെന്നും കോടതി പറയുന്നുണ്ട്. ഗവർണർക്ക് വിവേചന അധികാരമില്ല എന്നാണ് BR അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞത് എന്ന് ഇവിടെയാണ് സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുന്നത്. ജസ്റ്റിസുമാരായ JB പടിവാല, R മഹാദേവൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് വിമർശനം. ഗവർണർക്കെതിരായ കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു ചൂണ്ടിക്കാട്ടൽ കൂടെ.